2026 ജൂൺ 29 സിറാജ് എഡിറ്റോറിയൽ പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് യാത്രാ രേഖ മാത്രമാണെന്നും പൗരത്വത്തിന് തെളിവല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിറകെ വലിയ ചോദ്യങ്ങളും ആശങ്കകളും ഉയരുകയാണ്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം SIR സൃഷ്ടിച്ച ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഈ ആശങ്കകൾക്ക് ഏറെ മാനങ്ങളുണ്ട്. SIR 6 കോടി മനുഷ്യരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയത്. SIRൽ നിന്ന് പുറത്തായവരുടെ റേഷൻ കാർഡ് റദ്ദാക്കാൻ പശ്ചിമ ബംഗാളിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു. SIRൽ നിന്ന് പുറത്തായവരിൽ ചിലരുടെ പൗരത്വം പരിശോധിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതും ഇതിനോട് ചേർത്ത് വായിക്കണം. വിദേശത്ത് നിന്ന് നുഴഞ്ഞു കയറിയവരെന്ന് സംശയിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ മാത്രമാണ് കൂടുതൽ പരിശോധന നടക്കുന്നതെന്നും മറ്റുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നുമാണ് കമ്മീഷന്റെ വാദം. എന്നാൽ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച ശേഷം അതിനപ്പുറത്തേക്ക് കമ്മീഷൻ പോകുന്നതെന്തിനാണ്? പൗരത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്നിരിക്കെ ആ പണി കമ്മീഷൻ എടുക്കുന്നത് ദുരൂഹമല്ലേ? വോട്ടർ പട്ടികയിൽ പേരില്ല എന്നത് പൗരത്വത്തിൽ നിന്ന് തന്നെ ഇറക്കിവിടുന്നതിന് തുല്യമാണോ? വേഷപ്രച്ഛന്ന ദേശീയ പൗരത്വ രജിസ്റ്ററാണ് SIR എന്ന ആശങ്ക ബലപ്പെടുത്തുന്നതാണ് ഈ നീക്കം. SIRന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടില്ല എന്നതിനാൽ പാസ്പോർട്ട് പുതുക്കാൻ സാധിക്കുന്നില്ലെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ R രാജഗോപാലിൻ്റെ അനുഭവം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അണിയറയിൽ അപകടകരമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയ്ക്കാണ് പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് പൗരത്വത്തിൻ്റെ തെളിവല്ലെന്ന് വിദേശകാര്യ വക്താവ് പ്രഖ്യാപിക്കുന്നത് അമിതാധികാര പ്രയോഗമാണെന്ന പ്രമുഖ അഭിഭാഷകൻ കാളീശ്വരം രാജൻ്റെ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. സാങ്കേതികമായി ഈ പ്രസ്താവനയിൽ തെറ്റില്ലെങ്കിലും സൂക്ഷ്മാർത്ഥത്തിൽ അപകടകരമായ ധാരണയാണ് ഈ പ്രസ്താവനയുണ്ടാക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 1967 പാസ്പോർട്ട് നിയമത്തിലെ 20-ാം വകുപ്പ് പ്രകാരം ചില സവിശേഷ സാഹചര്യങ്ങളിൽ പൊതുതാൽപര്യം മുൻനിർത്തി ഇന്ത്യൻ പൗരത്വമില്ലാത്ത ആൾക്കും പാസ്പോർട്ട് അനുവദിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. ഇത് പൊതുവ്യവസ്ഥകൾക്കുള്ള അപവാദം മാത്രമാണ്. 20-ാം വകുപ്പ് അത് വിരളമായി മാത്രം കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്ന അധികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യൻ പൗരത്വത്തിൻ്റെ സുപ്രധാന തെളിവായി തന്നെയാണ് ഇന്നാട്ടുകാർ പാസ്പോർട്ടിനെ ഉപയോഗിക്കുന്നതും ലോകരാജ്യങ്ങൾ അതിനെ കണക്കിലെടുക്കുന്നതും. ഈ പശ്ചാത്തലത്തിൽ 20-ാം വകുപ്പ് പ്രകാരം പൗരർ അല്ലാത്തവർക്ക് നൽകുന്ന പാസ്പോർട്ടുകൾ ഒഴിച്ച് മറ്റെല്ലാ പാസ്പോർട്ടുകളും പൗരത്വത്തിനുള്ള തെളിവാണ് എന്ന് വ്യക്തമാക്കുകയാണ് വക്താവ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോഴത്തെ നിഷാത്മകമായ പ്രസ്താവന സൃഷ്ടിച്ച അസുഖകരമായ അവസ്ഥ അങ്ങനെ ഒഴിവാക്കാമായിരുന്നു. ജനന സർട്ടിഫിക്കറ്റ്, വാസസ്ഥല സർട്ടിഫിക്കറ്റ്, വോട്ടർ കാർഡ് എന്നിവ പോലെ പാസ്പോർട്ടും പൗരത്വം തെളിയിക്കാനുള്ള അംഗീകൃതവും വ്യവസ്ഥാപിതവുമായ രേഖകളിൽ പെടുന്നതാണ്. ഈ ധാരണയെ അനവസരത്തിലും അകാരണമായും ചോദ്യം ചെയ്തതുവഴി സർക്കാർ പൗരർക്കു നേരെ വെല്ലുവിളി നടത്തുകയാണ്. സ്വന്തം രാജ്യത്തെ പൗരരെ സംശയിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും മികച്ച സർക്കാരിൻ്റെ ലക്ഷണമല്ലെന്നും അഡ്വക്കേറ്റ് രാജ് വിശദീകരിക്കുന്നു. ഇന്ത്യയിൽ പാസ്പോർട്ട് വിതരണം ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്ന 1967 പാസ്പോർട്ട് നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് തന്നെ അപേക്ഷകൻ ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന ബോധ്യത്തിലാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം അപേക്ഷ പരിശോധിച്ചും ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തിയും മാത്രമേ അധികാരികൾക്ക് പാസ്പോർട്ട് അനുവദിക്കാൻ വ്യവസ്ഥയുള്ളൂ. അതുപോലെ സെക്ഷൻ 6(2)(a) അനുസരിച്ച് അപേക്ഷകൻ ഇന്ത്യൻ പൗരനല്ലെന്ന് ബോധ്യപ്പെട്ടാൽ പാസ്പോർട്ട് നിഷേധിക്കാനും അധികാരികൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ പൗരത്വം പൂർണ്ണമായും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഭരണകൂടം പാസ്പോർട്ട് നൽകുന്നത്. എന്നാൽ പാസ്പോർട്ട് നിയമം യാത്രാരേഖകൾ നൽകുന്നത് നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ പൗരൻ ആണെന്ന് നിർണയിക്കുന്നത് 1955 പൗരത്വ നിയമമാണ്.
അതുകൊണ്ട് പാസ്പോർട്ടിനെ പൗരത്വത്തിൻ്റെ തെളിവായി കാണാനാകില്ലെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. പൗരത്വ രേഖയല്ല, തിരിച്ചറിയൽ രേഖ മാത്രമാണ് ആധാർ എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. ഇവിടെയാണ് ആ ചോദ്യമുയരുന്നത്. ഇന്ത്യൻ പൗരത്വത്തിൻ്റെ പ്രഖ്യാപന രേഖ എന്താണ്? ഈ പഴുതിലേക്ക് ദേശീയ പൗരത്വ രജിസ്റ്റർ NRC കൊണ്ടുവരാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ശ്രമിക്കുന്നത്. പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള BJP നീക്കം മണ്ഡലങ്ങളുടെ പുനർനിർണയവും വനിതാ സംവരണവും സംബന്ധിച്ച ബില്ലുകൾ പാസാക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, NRC പാസാക്കിയെടുക്കാനും കൂടിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അസമിലാണ് NRCയുടെ മുൻ മാതൃകയുള്ളത്. അവിടെ 2019 ആഗസ്റ്റ് 31 പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടിക പ്രകാരം 19 ലക്ഷത്തോളം പേർ പുറത്തായി. ഈ പട്ടിക സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇങ്ങനെ പുറത്തായവരിൽ മുസ്ലിമേതരർ പൗരത്വ ഭേദഗതി പ്രകാരം പൗരത്വത്തിൽ കടന്നുകയറുമെന്ന വസ്തുതയും മുന്നിലുണ്ട്. എങ്ങനെ നോക്കിയാലും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പുറന്തള്ളലിൻ്റെയും സങ്കീർണമായ സാഹചര്യങ്ങളാകും NPRഉം NRCയും സൃഷ്ടിക്കുക.